സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ദേശീയപാത 66-ൻ്റെ വിശേഷങ്ങൾ കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം വരെ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി ഡ്രോൺ ഉപയോഗിച്ചിട്ട്. ചില ഭാഗമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ ഭാഗം, അതേപോലെ ആലപ്പുഴ ജില്ലയിലെ കുറച്ച് ഭാഗങ്ങൾ, കൊല്ലം ജില്ലയിലെ കുറച്ച് ഭാഗങ്ങൾ, തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് ഭാഗങ്ങൾ. എന്നാലും ഞാൻ അതിലൂടെയൊക്കെ നേരിട്ട് സഞ്ചരിച്ചതുകൊണ്ട് ഏകദേശം എത്രത്തോളം പണികൾ എത്തി എന്നതിൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഏതായാലും എല്ലാ റീച്ചിലെയും കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിയ ഈ നാഷണൽ ഹൈവേയുടെ വീഡിയോ ചെയ്യുന്ന അന്ന് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ റീച്ചിലെയും കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഏതായാലും ആ ഒരു സ്വപ്നം പൂവണിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ഏതൊക്കെ റീച്ചിൽ എത്ര ശതമാനം പണികൾ കഴിഞ്ഞു, ഇനി എത്ര ബാക്കിയുണ്ട്, ഏതൊക്കെ റീച്ചിൽ ഡെഡ് ലൈന് എന്നാണ് എന്നൊക്കെ അറിയാൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും. അറിയുന്ന ആളുകളൊക്കെ ഉണ്ടോ, ഞാൻ തന്നെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഒരു യാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ കിട്ടി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെ സഞ്ചരിക്കുക, പല സ്ഥലത്തും പല സ്ലാങ്ങുകൾ, പല ചായക്കടികൾ, പല ഭക്ഷണങ്ങൾ എല്ലാം അനുഭവിക്കാൻ പറ്റി ഈ ഒരു യാത്രയിൽ. അപ്പോൾ അങ്ങനെ കാസർഗോഡിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ കാസർഗോഡ് 2 റീച്ചാണുള്ളത്. കാസർഗോഡ് തലപ്പാടി മുതൽ ചെങ്കള വരെ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ റീച്ച്. പിന്നെ നമുക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ മാസം 2024 ജനുവരി മാസത്തിലെ റിപ്പോർട്ടാണ്. ഈ നാഷണൽ ഹൈവേ അതോറിറ്റി, അതേപോലെ കളക്ടർമാർ, മുഖ്യമന്ത്രി, നമ്മുടെ PWD മിനിസ്റ്റർ, ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു മീറ്റിംഗ് നടത്താറുണ്ട് NH66-ൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചിട്ട്. അങ്ങനെ അവസാനമായിട്ട് മീറ്റിംഗ് നടന്നത് 2024 ജനുവരിയിലാണ്. അന്നത്തെ റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫിസിക്കലി ഒരുപാട് സ്ഥലത്ത് 3rd മൈൽ സ്റ്റോണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് 2024 ജനുവരിയിലുള്ള റിപ്പോർട്ടാണ്. അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഏതൊക്കെ റീച്ച്, ഡെഡ് ലൈന് കാര്യങ്ങളൊക്കെ ആ റിപ്പോർട്ടിലുള്ളതാണ്. പിന്നെ ഒരുപാട് സ്ഥലത്ത് ഇഷ്യൂ ഉണ്ട്. ഇഷ്യൂ ഒക്കെ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്യൂ ഒന്നും ഞാൻ പറയുന്നില്ല. ഇഷ്യൂ ഒക്കെ നമ്മളെപ്പോഴും ആ ഭാഗത്തെ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നതാണ്. ഓരോ റീച്ചിലെയും ഓരോ ഭാഗത്തെ വീഡിയോ ചെയ്യുമ്പോഴും പറയുന്നതാണ്. ഏതായാലും കാസർഗോഡ് ജില്ലയിലെ 1ാമത്തെ റീച്ചിൽ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഊരാളുങ്കലിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 70% അവിടെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്ന റിപ്പോർട്ടിലുള്ളത് 58% ആണ്. ഊരാളുങ്കലിൻ്റെ റീച്ചിൽ 58% കഴിഞ്ഞതാണ് റിപ്പോർട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ട് എന്ന് ആലോചിച്ചാൽ മതി. ജനുവരി മുതൽ ഈ ഒരു ഏപ്രിൽ 20 വരെ ഏകദേശം നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കാസർഗോഡ് ജില്ലയിലെ 2ാമത്തെ റീച്ച് ചെങ്കള ടു നീലേശ്വരം. ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് ഈ ഒരു ചെങ്കള നീലേശ്വരം റൂട്ട്. മേഘ കമ്പനിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. മേഘയ്ക്ക് 3 നല്ല ഹെവി സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കാസർഗോഡ് ജില്ലയിൽ 18/11/2021 പണി തുടങ്ങിയിട്ടുള്ളത്. അവസാന ഡെഡ് ലൈന് 2024 ഡിസംബർ മാസം കേട്ടോ. നീട്ടിക്കൊടുത്തതാണ്. എല്ലാ റീച്ചിലും നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ റീച്ചിൽ എത്രത്തോളം പണികൾ കഴിഞ്ഞിട്ടുണ്ട്, അതേപോലെ എന്നാണ് ഡെഡ് ലൈന് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാസർഗോഡ് 1ാമത്തെ റീച്ച് തലപ്പാടി മുതൽ ചെങ്കള വരെ 18/11/2021 പണികൾ തുടങ്ങിയിട്ടുള്ളത്. 58% ഫിസിക്കലി, അതായത് നമുക്ക് ജനുവരി വരെയുള്ള റിപ്പോർട്ട് കേട്ടോ. 31/12/2024 പണി പൂർത്തിയാക്കേണ്ടത്. ഇഷ്യൂ ഒരുപാട് സ്ഥലത്ത് ഇഷ്യൂ ഉണ്ട്. ഇത് അന്നത്തെ ഇഷ്യൂ കേട്ടോ. ഇതിൽ റെയിൽവേയുടെ സ്ഥലത്ത് യൂട്ടിലിറ്റി കോറിഡോർ, അതേപോലെ സർവീസ് റോഡ്, വാള്, റെയിൽവേയുടെ സ്ഥലത്ത് വാള് അങ്ങനത്തെ നിർമ്മിക്കുന്നത്. പിന്നെ അതേപോലെ നായ്മർമൂലയിലെ ഫ്ലൈ ഓവറിൻ്റെ പ്രശ്നങ്ങളും സമരങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ കോറിൻ്റെ എന്താ ഇഷ്യൂ, ആ ഇഷ്യൂ ഞാൻ പറയുന്നില്ല. ഇഷ്യൂ ഒക്കെ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പല സ്ഥലത്തും പല ഇഷ്യൂകളാണ് നടക്കുന്നത്. ഇഷ്യൂ അതിലേക്ക് എടുത്തിരുന്നില്ല. കാസർഗോഡ് 2ാമത്തെ റീച്ച് ചെങ്കള ടു നീലേശ്വരം 15/10/2021 പണി തുടങ്ങിയത്. 45.75% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, ഫിസിക്കലി ഇപ്പോൾ കാസർഗോഡ് 1ാമത്തെ റീച്ചിൽ 70% എത്തിയിട്ടുണ്ട്. അതേപോലെ കാസർഗോഡ് 2ാമത്തെ റീച്ച് മേഘയുടെ റീച്ചിൽ ഫിസിക്കലി ഒരു 55% എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് മാത്രമാണ് ഇനി അധികം പണി നടക്കാനുള്ളൂ. അതിൽ 2 സ്ഥലത്ത് പണികൾ ഏകദേശം ആയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും ഇഷ്യൂ ഉണ്ട്. ഇഷ്യൂ ഇല്ലാത്ത സ്ഥലം ഇഷ്യൂ ഞാൻ വായിക്കണില്ല. പിന്നെ അതേപോലെ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെ
15/10/2021 തുടങ്ങിയിട്ടുള്ളത്. 31/5/2025. അത് കുറച്ച് ടൈം കൂടുതലുണ്ട്. 31/5/2025, അതായത് തളിപ്പറമ്പ് ബൈപ്പാസ് ഉൾപ്പെടുന്ന ആ ഭാഗം. 33.4% പണികളാണ് അവിടെ ഫിസിക്കലി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 45-ലേറെ ആയിട്ടുണ്ട്. നമ്മൾ അവസാനം വീഡിയോ ചെയ്തപ്പോൾ തളിപ്പറമ്പ് ബൈപ്പാസിലൊക്കെ ഏകദേശം നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ പ്രശ്നമുള്ള സ്ഥലത്തൊക്കെ മണ്ണെടുക്കുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. കുപ്പം ആ ഭാഗത്ത്, പട്ടുവം റോഡിൻ്റെ ആ ഭാഗത്ത്. 4 കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മുതൽ മുയ്പിലങ്ങാട്, അതായത് വിശ്വസമുദ്രയുടെ റീച്ച് കേട്ടോ. ഇപ്പോൾ 3ാമത്തെ റീച്ചും മേഘയുടെ റീച്ചാണ്. മേഘ കമ്പനി ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. വിശ്വസമുദ്രയും ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അപ്പം മേഘ കമ്പനി വിശ്വസമുദ്രയുടേത് 29/11/2021 തുടങ്ങിയിട്ടുണ്ട്. 31/8/2025. കണ്ണൂർ ബൈപ്പാസ് ഉള്ളത് കൊണ്ടാണ് 31/8/2025. അതായത് 2025 ഓഗസ്റ്റ് മാസം വരെ അവർക്ക് ടൈമുണ്ട്. കണ്ണൂർ ബൈപ്പാസ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. ഒരുപാട് ചതുപ്പ് പ്രദേശങ്ങളും മറ്റൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ കണ്ണൂർ ബൈപ്പാസിൻ്റെ പണികൾ ഉള്ളതുകൊണ്ട് അത് കുറച്ചധികം ടൈം നീട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് ജില്ലയിൽ മൂരാട് പാലം തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 95% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മിനുക്ക പണികൾ മാത്രമാണുള്ളൂ. മൂരാട് പാലം തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ കറണ്ട് ഇതിലുള്ള അപ്ഡേറ്റ് 90% ആണ്. പിന്നെ മൂരാട് പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടുള്ളത് 9/12/2020. പൂർത്തിയാക്കേണ്ട അവസാന ഡെഡ്ലൈന് 31/3/2023 എന്നാണ് തുറന്നു കൊടുത്തതെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അതും പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. പിന്നെ കോഴിക്കോട് ജില്ലയിലെ 6 ലൈൻ അയ്യൂർ ടു വെങ്ങളം 30/10/2021 തുടങ്ങിയിട്ടുണ്ട്. 34%, അതായത് നമ്മുടെ അദാനിക്ക വാഗഡ് കമ്പനി. അപ്പോൾ അദാനിക്ക് വേണ്ടിയിട്ടാണ് പാത നിർമ്മിക്കുന്നത് എന്ന് പറയുന്ന സുഹൃത്തുക്കളെ, അദാനി കമ്പനി ഏറ്റെടുത്തൊരു വർക്കാണ് അയ്യൂർ വെങ്ങളം റീച്ച്. 34.90% പണികളാണ് തീർന്നിട്ടുള്ളൂ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മണ്ണ് കിട്ടുന്നില്ല. അതേപോലെ അദാനി കമ്പനിയും ഈ വാഗഡ് കമ്പനി തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 40% ഫിസിക്കലി 40% ആയിട്ടുണ്ടാകും. അപ്പോൾ ഇവരെ ഡെഡ് ലൈന് 31/5/2025 ആ സമയം നീട്ടി കൊടുത്തിട്ടുണ്ട്. ഈ മണ്ണ് കിട്ടാത്ത പ്രശ്നവും പിന്നെ മഴ ഉള്ളത് കൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് 2025 വരെ നീട്ടി കൊടുത്തിട്ടുണ്ട്. മെയ് മാസം, അതായത് ഇനി ഒരു കൊല്ലം കൂടി ഉള്ളൂ. ഒരു കൊല്ലം കൊണ്ട് ആ പണികളൊക്കെ തീർക്കണം. പിന്നെ കോഴിക്കോട് ബൈപ്പാസ് 22/2/2021 തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ ഫിസിക്കലി 57.58% കഴിഞ്ഞിട്ടുണ്ട്. 25/12/2024 അവസാനത്തോട് കൂടിയിട്ട് പണികൾ പൂർത്തിയാക്കി നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറണം. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നു അധികം ഒരു 65% പണികൾ 70% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം എല്ലാ സ്ഥലത്തും DBM ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ബുദ്ധിമുട്ടുള്ളൂ. അതിൽ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തൊക്കെ നല്ല വേഗത്തിൽ പണികൾ നടക്കുന്നുണ്ട്. അതേപോലെ വെങ്ങളം വെങ്ങളം എലിവേറ്റഡ്, അതിലും നല്ല വേഗത്തിൽ പണികൾ നടക്കുന്നുണ്ട്. പന്തീരങ്ങാടി എലിവേറ്റഡിലും നല്ല വേഗത്തിൽ പണികൾ നടക്കുന്നുണ്ട്. കുറച്ച് സ്ഥലത്ത് മാത്രമാണ്. ഏകദേശം ഇപ്പോൾ 2 മാസത്തോളമേ നമ്മൾ ആ ഭാഗത്ത് വീഡിയോ ചെയ്തിട്ട്. ഇനി ഒരു വീഡിയോ ചെയ്യുമ്പോൾ നല്ല മാറ്റമുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഹൈലൈറ്റ് മാളിന് മുമ്പിലൊക്കെ നല്ല വേഗത്തിലാണ് പണികൾ നടക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ മലപ്പുറം ജില്ലയിലോട്ട് കടക്കുകയാണ്. മലപ്പുറം ജില്ല രാമനാട്ടുകര മുതൽ വളാഞ്ചേരി ബൈപ്പാസ് കഞ്ഞിപ്പുര ആ ഭാഗം വരെ ഏകദേശം ഇതിൽ 50% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അവസാനമായിട്ട് മിനിസ്റ്ററുമായിട്ട് നമ്മൾ ആ കാറിൽ സഞ്ചരിച്ചല്ലോ, അന്ന് അവർ പറഞ്ഞിട്ടുള്ളത് 60% ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ്, ഞാൻ ഈ വീഡിയോക്ക് ഇരിക്കുന്നതിന് മുമ്പ് KNRൻ്റെ ഓഫീസറായിട്ട് ബന്ധപ്പെട്ടപ്പോൾ 68% പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഫിസിക്കലി. ഇന്നത്തെ അപ്ഡേറ്റിൽ കഴിഞ്ഞ മാസത്തെ അപ്ഡേറ്റിൽ 68% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് മണ്ണിട്ടുയർത്തിയ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുള്ള ഡെഡ് ലൈന് 30/12/2024 അവസാനത്തോട് കൂടിയിട്ട് അത് തീർത്ത് കൊടുക്കണം. ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടോ. പ്രശ്നം സോൾവ് ആയത് നമ്മളെ മൂരാട് പാലത്തിൻ്റെ ഭാഗത്ത് മാത്രമാണ്. മലപ്പുറം ജില്ലയിൽ ഒരുപാട് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് മലപ്പുറം ജില്ലയിലെ 2ാമത്തെ റീച്ച് വളാഞ്ചേരി മുതൽ കാപ്പിരിക്കാട് വരെ 21/1/2022 പണികൾ തുടങ്ങിയിട്ടുള്ളത്. 56% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. 21/5/2025, അതായത് 2025 മെയ് മാസം വരെ ഇവർക്ക് ടൈം അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കോറികളുടെ പ്രശ്നങ്ങളുണ്ട്, മണ്ണെടുക്കുന്നതിലുള്ള പ്രശ്നങ്ങളുണ്ട്.
അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് ജിയോളജിക്കൽ വകുപ്പിൻ്റെ അനുമതി കാത്ത് കിടക്കുന്ന ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. മണ്ണെടുക്കാൻ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് തളിപ്പറം എല്ലാ സെക്ഷനിലും ഏകദേശം ഇപ്പോൾ തോന്നുന്നു കോഴിക്കോടും എല്ലാ സ്ഥലത്തും ആ ഒരു പ്രശ്നമുണ്ട്. ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ അനുമതി കിട്ടാനുള്ള പ്രശ്നം. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തുമ്പോൾ തൃശ്ശൂർ ജില്ല കാപ്പിരിക്കാട് ടു തളിക്കുളം 1/9/2022 പണികൾ തുടങ്ങിയിട്ടുള്ളത്. 30% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. 26/1/2025 പണി തീർത്ത് കൊടുക്കണം. ഇവർക്ക് എല്ലാവർക്കും ടൈം നീട്ടി കൊടുത്തിരിക്കണം കേട്ടോ. ഇവർക്ക് ടൈം നീട്ടി കൊടുത്തിട്ടില്ല. ശിവാലയ്ക്ക് ടൈം നീട്ടി കൊടുത്തിട്ടില്ല. ഇവിടെ ശിവാലയ കമ്പനിയാണ് ചെയ്തത്. മലപ്പുറത്ത് രണ്ടും തെലുങ്കാന ആസ്ഥാനമായിട്ടുള്ള KNRCL കെ നരസിംഹ റെഡ്ഡി എന്ന മുതലാളിൻ്റെ കമ്പനിയാണ് പണി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലും ഏകദേശം 45% ഫിസിക്കലി പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 30 ഒരുപാട് സ്ഥലത്ത് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പണി കഴിഞ്ഞ ഭാഗമൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. KCB ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിക്കുന്ന പണികളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 45% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ ജില്ലയിൽ തളിക്കളം ടു കൊടുങ്ങല്ലൂർ അതുമായി പെട്ട കേട്ടോ, ഇതിൽ പെട്ടതാണ്. എറണാകുളം ജില്ലയിൽ കൊടുങ്ങല്ലൂർ ടു ഇടപ്പള്ളി 25/10/2022 ഏറ്റവും അവസാനം ഈ ഒരു ഏരിയയിൽ ഏറ്റവും അവസാനം പണികൾ തുടങ്ങിയത് ആ ഭാഗമാണ്. 28% പണികൾ കഴിഞ്ഞിട്ടുള്ളത് ഫിസിക്കലി. മുമ്പുള്ളതാണ്. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 45%, 43, 44 അങ്ങനെ എന്തോ ഒരു പെർസെൻറ്റേജ് പണികൾ കഴിഞ്ഞിട്ടുണ്ട്. പറവൂർ ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെഡ് ലൈന് 21/4/2025. ഇവിടെയും ഒരുപാട് ഇഷ്യൂ ഉണ്ട് കേട്ടോ. ആലപ്പുഴ 1/2/2023 സോറി, ഏറ്റവും അവസാനം പണികൾ തുടങ്ങിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. 1/2/2023 8.56%. അത് അത്ര ഒന്നല്ല, അത് അതിലേറെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ ആ ഭാഗം ഒരുപാട് ഏകദേശം എത്ര ശതമാനം പണികൾ കഴിഞ്ഞെന്ന് വെച്ചാൽ 30%-ലേറെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. 35% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 8% മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു എലിവേറ്റഡ് ഹൈവേയിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എലിവേറ്റഡ് ഹൈവേയുടെ അവസാന തീയതി എന്ന് വെച്ചാൽ 31/1/2026 അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ കേട്ടോ. അത് 35%-ലേറെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 35% അല്ലല്ലോ, KCCയുടെ ആണ് അതിലേറെ കൂടുതൽ. അപ്പോൾ അരൂർ തുറവൂർ അശോക ബിൽഡ്കോൺ കമ്പനി നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ആഴത്തിലുള്ള പെയിലിംഗ് ആണ്. അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു. രാത്രി അവിടുത്തെ ഗഡറൊക്കെ വെക്കുന്നത് രാത്രി കേട്ടോ. കാരണം നമ്മൾ നിലവിലുള്ള 4 വരിയിലാണ് ആ പാത നിർമ്മിച്ചിട്ടുള്ളത്. വീണ്ടും സ്ഥലം ഏറ്റെടുത്തിട്ടല്ല പാത നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 4 വരിയിൽ ഒരുപാട് ദൂരത്തുനിന്ന് ഗഡർ പ്രീകാച്ച് ചെയ്ത ഗഡർ കൊണ്ടുവന്ന് ട്രോളിയിൽ കൊണ്ടുവന്ന് അതിന് മുകളിലേക്ക് കയറ്റി വെക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നട്ടപ്പാതിര നേരത്താണ് അവിടെ പണി നടക്കുന്നത്. പിന്നെ ഈ ഒരു സ്ഥലം അധികം ഏറ്റെടുക്കാത്തത് കൊണ്ട് അടുത്തന്നെ ഗഡർ പ്രീകാസ്റ്റ് ചെയ്ത് വെക്കുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ല. ഒരുപാട് ദൂരത്തു നിന്നാണ് ഗഡർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഏതായാലും ആലപ്പുഴ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ ഏറ്റവും ബുദ്ധിമുട്ടേറിയിട്ടുള്ളൊരു ഭാഗമാണ്. ആ ഒരു 12.5 കിലോമീറ്റർ നല്ല വേഗത്തിൽ പണികൾ നടക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അങ്ങോട്ടോ തുറവൂർ ടു പരവൂർ 17/3/2022 പണികൾ തുടങ്ങിയിട്ടുള്ളത്. 19.25%. അത് ഏകദേശം ഒരു 35-40% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. 16/6/2025 പണികൾ അവസാനിപ്പിക്കേണ്ടത്, അതായത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറേണ്ടത്. ഒരുപാട് സ്ഥലത്ത് ഇവിടെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ ഞാൻ പറയുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ പരവൂർ ടു കൊട്ടുകുളങ്ങര നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊച്ചിക്കുളങ്ങര എന്നിട്ട് പറഞ്ഞിട്ട് 29/8/2022 പണികൾ തുടങ്ങിയിട്ടുള്ളത്. 20% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 35% പണികൾ പൂർത്തിയായിട്ടുണ്ട്. 30/6/2025 തീർത്ത് കൊടുക്കണം. പിന്നെ 15 കൊല്ലം ജില്ലയിലേക്ക് കടന്നാൽ കൊച്ചിക്കുളങ്ങര ടു കൊല്ലം ബൈപ്പാസ്. ഇവിടെ ഇത് വിശ്വസമുദ്രയുടെ റീച്ച്. മറ്റേത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് KCC കമ്പനിയുടേത്. 12/4/2022 തുടങ്ങിയിട്ടുണ്ട്. 38% പണികൾ കഴിഞ്ഞു. 25/12/2025 തീർത്ത് കൊടുക്കണം. വിശ്വസമുദ്രയുടെ റീച്ചാണ്. കണ്ണൂർ ബൈപ്പാസിൽ വർക്ക് ചെയ്യുന്നതും വിശ്വസമുദ്രയാണ്. ഹൈദരാബാദ് ആസ്ഥാനമാക്കിയിട്ടുള്ള കമ്പനിയാണ് വിശ്വസമുദ്ര. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കൊല്ലം ബൈപ്പാസ് 1/10/2022 പണികൾ തുടങ്ങിയിട്ടുള്ളത്. ശിവാലയുടെ റീച്ചാണ്.
28/2/2025 തീർത്ത് കൊടുക്കണം. ഏകദേശം ഇതിൽ പറഞ്ഞിട്ടുള്ളത് 30, ഏകദേശം ഒരു 40% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. 40-ൽ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ടാവും. കൊല്ലം ബൈപ്പാസ് നല്ല വേഗത്തിലാണ് പണികൾ നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരം ജില്ലയിലെ കടമ്പാട്ട് കോണം ടു കഴക്കൂട്ടം വരെ 23/7/2022 പണികൾ ആരംഭിച്ചു. 20% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. 11/8/2025 തീർക്കണം. കഴക്കൂട്ടം വരെ, അപ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസിൽ നല്ല വേഗത്തിൽ പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ കഴക്കൂട്ടത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ അവസാനമായിട്ട് ചെയ്തത്. ഇവിടെ ഇതിൽ 22% പറഞ്ഞിട്ടുള്ളത്. അവിടെ ഫിസിക്കലി സെക്കൻഡ് മൈൽ സ്റ്റോൺ പൂർത്തിയായിട്ടുണ്ട്. അതായത് 35% കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ രാഷ്ട്രത്തിൽ പറഞ്ഞത് 43% പണികൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആറ്റിങ്ങൽ ബൈപ്പാസിലൊക്കെ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ആലപ്പുഴ ജില്ല കഴിഞ്ഞാൽ കൊല്ലം ബൈപ്പാസ് കണ്ടെത്തിയാൽ പിന്നെ മണ്ണ് കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടില്ല കേട്ടോ. കാരണം നല്ല സ്ഥലത്ത് നല്ല രീതിയിൽ മണ്ണ് കിട്ടുന്നുണ്ട്. നല്ല ചുവന്ന മണ്ണാണ്. തൃശ്ശൂർ മുതൽ ആലപ്പുഴ ആ ഭാഗം കൊല്ലം ബൈപ്പാസ് എത്തുന്നത് വരെ മാത്രമാണ് മണ്ണ് കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ മണ്ണ് കിട്ടുന്നുണ്ട്. അതുപോലെ മലബാറിൽ ഈ തളിപ്പറമ്പ് ബൈപ്പാസ്, കണ്ണൂർ ബൈപ്പാസ്, കൊയിലാണ്ടി ബൈപ്പാസ്, അതേപോലെ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റിച്ച്, ഇവിടെയൊക്കെ മണ്ണ് എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മണ്ണുണ്ട്, ഇഷ്ടംപോലെ കുന്നുകളുണ്ട്, പക്ഷെ മണ്ണെടുക്കാനുള്ള അനുമതി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അവിടെ മണ്ണ് കിട്ടാതെ. അപ്പോൾ ഏതായാലും കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ വരെയുള്ള വിശേഷങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളായിട്ട് പങ്കുവച്ചു. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും നല്ല വേഗത്തിൽ പണികൾ നടക്കുന്നത് ഒന്ന് കാസർഗോഡ് ജില്ലയിലെ 1ാമത്തെ റീച്ചും 2ാമത്തെ റീച്ചും കുഴപ്പമില്ല. ചെങ്കള ടു നീലേശ്വരം നല്ല വേഗത്തിൽ പണികൾ നടക്കുന്നുണ്ട്. പിന്നെ കണ്ണൂർ ബൈപ്പാസ് ഒഴിവാക്കിയിട്ട്, അതായത് ബൈപ്പാസിൻ്റെ പണികൾ എത്ര വേഗത്തിലാക്കിയാലും ആ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. ബൈപ്പാസ് എത്തുന്നതിന് മുമ്പുള്ള ഭാഗം ഉണ്ടല്ലോ, സ്ഥലത്തിൻ്റെ പേര് പാപ്പനശ്ശേരി, തളിപ്പറമ്പ് ടു പാപ്പനശ്ശേരി വരെയുള്ള ഭാഗത്ത് നല്ല വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളത്. അതേപോലെ കീത്തള്ളി മുതൽ മുയ്പ്പിലങ്ങാടി വരെ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബൈപ്പാസിന് കോഴിക്കോട് ബൈപ്പാസ് പിന്നെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അയ്യൂർ ടു വെങ്ങളം മറ്റേ നമ്മളെ വാഗടിൻ്റെ റീച്ചിലും വഴി ലേഗാണ്. പിന്നെ മലപ്പുറത്തേക്ക് എത്തിക്കാന്നുണ്ടെങ്കിൽ കേന്നാർ മഴയ്ക്ക് മുമ്പ് പരമാവധി പണി തീർക്കാനുള്ള പുറപ്പാടിലാണ്. കേന്നാറും നല്ല വേഗത്തിലാണ്. 2ാമത്തെ റീച്ചിലും നല്ല വേഗത്തിലാണ്. അതിൽ വട്ടപ്പാറ ബൈപ്പാസാണ് ടാസ്ക് ഉള്ള പണി. അതിൻ്റെ പണികൾ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ മണ്ണ് കിട്ടാത്ത പ്രശ്നമാണ്. എറണാകുളം ജില്ലയിലും മണ്ണ് ഒരുപാട് ദൂരത്തുനിന്നാണ് കൊണ്ടുവരുന്നത്. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ മുതൽ കൊല്ലം ബൈപ്പാസ് എത്തുന്നത് വരെ ഒരേ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. കയറ്റിറക്കങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ അണ്ടർപാസ് വരുന്നത് കൊണ്ട് നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തേണ്ടതുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് മണ്ണ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിലൊക്കെ 3 ഓവർപാസ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും മണ്ണ് അവിടെ നിന്ന് എടുക്കാനുണ്ട്. മലപ്പുറത്തും പിന്നെ 1ാമത്തെ റീച്ചിൽ ഒരുപാട് ഓവർപാസ് വരുന്നുണ്ട്. 2ാമത്തെ റീച്ചിലാണ് ഓവർപാസ് കുറവ്. അപ്പോൾ ഏതായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ഒരുപാട് ഉറക്കമൊക്കെ ഒഴിച്ച് ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇതൊരു പണിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പിന്നെ ആ ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടാവും. ഏത് പണിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഒരു സ്ഥലം ഇവിടെ നിന്നാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കൽ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കുയിലിൻ്റെയും കാക്കയുടെയും തത്തമ്മേൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ്. എൻ്റെ വീടാണ് കാണുന്നത്. അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് ഞാൻ വോയിസ് കൊടുക്കൽ. ഇതാണ് നമ്മളെ നാട് 273 ചൈനേജ് നമ്പർ 273. എൻ്റെ വീടാണ് കാണുന്നത്. കാണുന്നത് ആ സാധനം അതാണ് എൻ്റെ വീട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിലപ്പോൾ കേരളത്തിന് പുറത്തുള്ള കാഴ്ചകളൊക്കെ, അതായത് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള മാറ്റങ്ങളൊക്കെ, ഈ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഒന്നാമത് അങ്ങോട്ടൊന്നും പോകാൻ ഫണ്ടില്ലാത്തതുകൊണ്ടാണ് അധികം പോകാതെ. ഏതായാലും ഈ മാസത്തെ പൈസ ഒക്കെ കിട്ടിയിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ, അത് കഴിഞ്ഞതിന് ശേഷം ഹൈദരാബാദിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ പല സിറ്റികളിലേക്കും പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും തുടർന്നുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ സപ്പോർട്ട് ഇനിയും വേണം കേട്ടോ. സപ്പോർട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ ഇത് എൻ്റെ മുഖം മാത്രം കാണുന്ന വീഡിയോ ആണ്. അപ്പോൾ കാണാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടോ എന്നറിയില്ല. ഏതായാലും ഫുള്ളായിട്ട് കണ്ട ആൾക്കാർക്ക് ഒരു നന്ദി. അപ്പോൾ ഏതായാലും നാളെ മുതൽ അടിപൊളി വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ. ബൈ.